അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും രാജ്യത്ത് ആനുപാതികമായി ഇന്ധനവില കുറയ്ക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ട അരുവിത്തുറ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ച് SDTU ജില്ലാ പ്രസിഡന്റ് അയ്യൂബ് കൂട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അജിനാസ് പുളിക്കീൽ അധ്യക്ഷത വഹിച്ചു. SDPI മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സഫീർ കുരുവനാൽ, സെക്രട്ടറി അനീസ് ഓപ്റ്റിമ, മുൻ നഗരസഭാ കൌൺസിലർ അബ്ദുൽ ലത്തീഫ് കാരക്കാട്, ഉനൈസ് തേവരുപാറ എന്നിവർ സംസാരിച്ചു. പൈസ നികുതിയായി ഈടാക്കിക്കൊണ്ടിരിക്കുന്നു. യന്ത്രമാകട്ടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരു ലിറ്റർ ഡീസൽ ഏതെങ്കിലും പമ്പുകളിൽ വിറ്റഴിക്കപ്പെടുമ്പോൾ 19 രൂപ 50 പൈസ ഈടാക്കി 61 രൂപ 55 പൈസ നികുതിയായി ഈ പാവപ്പെട്ട ജനസമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ക്രൂഡ് ഓയിലിന്റെ വില താങ്ങിയിരിക്കുകയാണ്. $70 ക്രൂഡ് ഓയിൽ വില താഴുമ്പോൾ $120 യുദ്ധ സമയത്തുണ്ടായതിന്റെ പേരിൽ അതേ വില നിലനിർത്തുമ്പോൾ വെറും 35 രൂപയ്ക്ക് ഡീസൽ കൊടുക്കേണ്ടതിന് പകരം ഈ പോകട്ടെ 41 രൂപ 50 പൈസ വിതരണക്കാരുടെ കമ്പനിയും കൂടെ കൂട്ടുമ്പോൾ 41 രൂപ 50 പൈസയാണ് ഇന്ത്യ രാജ്യത്തിന്റെ വിപണിയിൽ വിൽക്കേണ്ടത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, ജനങ്ങളെ സേവിക്കേണ്ട ജനകീയ സർക്കാരുകൾ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദുരിതത്തിലാകുന്നത് ആരാണ്? ഇവിടെ സാധാരണക്കാരുടെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിക്കപ്പെടുന്നു. പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവർക്ക് വേതനം കൂട്ടുന്നില്ല, ഡീസലിന്റെ വില കൂട്ടുന്നു. നമ്മൾ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് യോവാസു ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം മന്ത്രിമാരെ കണ്ട് നിവേദനം കൊടുത്തു, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്തു. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ ഡീസൽ വില വർധനവുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന് സർവ്വ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി സർവ്വ രീതിയിലുള്ള പരമാവധി ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ഇത് പിൻവലിക്കുന്നതിനിടെ എന്നുള്ള മുന്നറിയിപ്പാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന് നൽകുവാനുള്ളത്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കുത്തകകൾക്ക് മാത്രമാണ്. കുത്തകകൾ അവർ തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വായ്പയുടെ പേരിൽ ജീവിതം തടിമറ്റുന്ന ആത്മഹത്യയിലേക്ക് കർഷകർ ഉൾപ്പെടെയുള്ളവർ അവർക്ക് ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നു. ഈ തീരുമാനങ്ങൾക്ക് അന്ത്യമുണ്ടായിക്കൊണ്ട് $70 ക്രൂഡ് ഓയിലിന്റെ വില വരുമ്പോൾ ആനുപാതികമായി അതിന്റെ വില കുറച്ചുകൊണ്ട് ഇവിടെ നീതി പുലർത്തുവാൻ സർക്കാർ സംവിധാനം തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. കേന്ദ്ര ഫാസിസ്റ്റ് ഭരണകൂടം അദാനിക്കും അംബാനിക്കുമൊക്കെ പൊതുമുതൽ വിറ്റ് കൊടുത്തുകൊണ്ട് ഈ രാജ്യത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ പോലും വയറ്റിത്തറിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കുവാനോ പൊതുസമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനോ ഇന്ന് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ മതേതര കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അതോ അതിൻ്റെ യൂണിയൻകാരോ ഒന്നും തയ്യാറാകാത്ത ഘട്ടത്തിലാണ് ഇതുപോലെയുള്ള ധർണകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ യൂണിയൻ കടന്നു വരുന്നത്. നമുക്കറിയാം, രാവിലെ 7 മണി മുതൽ ടൗണിലെ തെരുവോരങ്ങളിൽ കിടന്ന് പൊതുസമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ അന്നത്തേക്കുള്ള അന്നത്തിന് വകയില്ലാതെ തെരുവിൽ അറിയുമ്പോൾ അത് ഓടിയെടുക്കുന്ന പൈസ കൊണ്ട് പെട്രോൾ പമ്പിൽ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടിയുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്